ഗൈസ്, ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഹാബീലിൻ്റെയും കായലിൻ്റെയും കഥയാണ്. അപ്പോൾ ഒരു ദിവസം ആദാമിനും ഹവ്വായിനും ഒരു മകൻ ജനിച്ചു. അവൻ്റെ പേര് കായീൽ എന്നായിരുന്നു. അവനും അങ്ങനെ കൃഷിയായിരുന്നു ജോലി. അപ്പോൾ അവൻ ഇച്ചിരിയും കൂടി വലുതായപ്പോൾ അവന് 5 വയസ്സായപ്പോഴത്തേക്കും അവന് വേറൊരു അനിയൻ ജനിച്ചു. അനിയൻ്റെ പേരാണ് ഹാബീൽ. അപ്പം അവർ ഭയങ്കര വലുതായി ഭയങ്കര വലുത്. അപ്പോൾ ഒരു ദിവസം അവർക്ക് തോന്നി ദൈവത്തിനൊരു ബലി കൊടുത്താലോ എന്ന് അവർക്ക് തോന്നി. അപ്പോൾ അവർ ദൈവത്തിനൊരു ബലി കൊടുത്തു. പക്ഷെ കയ്യിൽ ചീത്തയും നല്ലതൊന്നും നോക്കാതെ ഇങ്ങനെ എടുത്തങ്ങോട്ട് എല്ലാം കൂടി എടുത്ത് അങ്ങോട്ട് കൊടുത്തു. പക്ഷെ ഹാബേല് നല്ലതെടുത്ത് നല്ല ഒരെണ്ണം എടുത്ത് അങ്ങോട്ട് ദൈവത്തിന് കൊടുത്തു. അപ്പോൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് ഹാബേലിൻ്റെ ആണ്. ആ സമയം കായൽ എന്തപ്പോൾ ചീത്ത മനസ്സോടെയാണ് കൊടുത്തത്. ഹാബേലോ നല്ല മനസ്സോടെയാണ് കൊടുത്തത്. അപ്പോൾ കായലിന് ഭയങ്കര ദേഷ്യമായി ഹാബേലിനെ കൊല്ലണമെന്ന്. അപ്പോൾ ഓക്കെ ശരി, ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ ഒരു ദിവസം ഹാബേലൊക്കെ ഉറങ്ങുമ്പോൾ കായൽ 3 മണിയായപ്പോൾ എണീറ്റ്. എന്നിട്ട് ഹാബേലെ മിണ്ടാതെ എണീക്കുന്ന ഒരു സാധനം കാണിച്ചു തരാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നു. ഓക്കെ ശരി, എന്നെ കാണിച്ചു തരാൻ എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറയില്ല, നീ എൻ്റെ ഒപ്പം വന്നാൽ മതി, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവനെ ഒരു അവിടുത്തെ കൃഷി സ്ഥലത്ത് ഇട്ടിട്ട് ഒച്ചക്കാക്കി. ആ സമയം കായൽ പോയിട്ട് ഒരു വലിയ കല്ലെടുത്ത് അവൻ കായൽ നീ എവിടെയാണ് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകീന്ന് വന്ന് കായൽ ആ കല്ലെടുത്തെറിഞ്ഞപ്പോൾ അവൻ മച്ചവൻ മരിച്ചുപോയി. അപ്പോൾ ദൈവം ചോദിച്ചു, നിൻ്റെ അനിയൻ എവിടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ അനിയനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക, എൻ്റെ അനിയൻ്റെ കാവൽക്കാരനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിൻ്റെ അനിയൻ്റെ ചോര എന്നെ കിടന്ന് കരയുണ്ടെന്ന് പറഞ്ഞ് അവനെ ശപിച്ചു. അപ്പോൾ അവൻ കിടന്ന് കരയാൻ തുടങ്ങി. എന്നെ ശപിക്കല്ലേ എന്നെ അപ്പോൾ എല്ലാവരും നാട്ടുകാർ ഇടിക്കില്ലേന്ന്. അപ്പോൾ ദൈവം പറഞ്ഞു, നിന്നെ ഇടിക്കില്ല, പക്ഷെ നിനക്കൊരു ശാപം തരും എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അനിയൻ മരിച്ച് ഞാൻ കാണുവാണെന്ന് പറഞ്ഞു അവൻ അവിടെ കിടന്ന് കരയാൻ തുടങ്ങി. ബൈ ബൈ.